സ്കൂൾ അവധി മാറ്റവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒക്കെ പ്രതികരണങ്ങൾ തേടി ന്യൂസ് മലയാളം പ്രതിനിധികൾ ചേരും. തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജ്, കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി, കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബു നമുക്കൊപ്പമുണ്ട്. ആദ്യം നമുക്ക് തിരുവനന്തപുരത്ത് തുടങ്ങാം അല്ലേ? അർജുനുണ്ട്. അർജുൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങുന്നത്. ഇന്നലെ കൂടുതൽ പ്രതികരണങ്ങളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ അധ്യാപക സംഘടനയുടെ പ്രതികരണം വന്നിരുന്നു, സമസ്ത ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണമൊക്കെ വന്നിരുന്നു. ഇപ്പോൾ ഇവരൊക്കെ ഈ സ്വാഗതം ചെയ്യുന്ന രീതിയിലാണ് ഇവരുടെയൊക്കെ പ്രതികരണം. അധ്യാപക സംഘടന അതിനെ തള്ളാനോ കൊള്ളാനോ തയ്യാറായിട്ടില്ല. ഒരു മിക്സഡ് ഒരു പ്രതികരണമാണ് അവരും നടത്തിയത്. പക്ഷേ ഇതിലിപ്പോൾ ഈ അക്കാദമിക് കലണ്ടർ അടക്കം ചേഞ്ച് ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടി ഇതിൽ നിൽപ്പുണ്ട്. നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന പ്രതികരണങ്ങൾ എങ്ങനെയാണ് അർജുൻ? സേതു, ഗുഡ് മോർണിംഗ്. ശിവൻകുട്ടി വ്യക്തിപരമായിട്ടുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചതെങ്കിൽ കൂടിയും അത് കേരളത്തിൽ ഒന്നാകെ ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് മാറി. വേനൽ അവധി മാറ്റി ജൂണിലും ജൂലൈയിലുമായി അവധി ആക്കണമോ എന്ന നിർദ്ദേശത്തിന് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളാണ് ഉയരുന്നത്. സേതു പറഞ്ഞതുപോലെ തന്നെ ഈ അധ്യാപക സംഘടനകൾ അതിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടില്ല. ഇക്കാര്യത്തിലൊരു വിദഗ്ധ പഠനം ആവശ്യമാണ്. ആളുകളിൽ നിന്ന് അഭിപ്രായം തേടുക എന്നതിനൊപ്പം തന്നെ വിദഗ്ധമായിട്ടുള്ളൊരു പഠനം കൂടി നടത്തിയതിന് ശേഷം മതി അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുക എന്ന നിർദ്ദേശമാണ് അധ്യാപക സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടൺ ഹിൽ സ്കൂളിലാണ്. കുറേ കുട്ടികളൊക്കെ ഉണ്ട്, കുറേ പേരൊക്കെ പോകുന്നുണ്ട്. ക്ലാസ് തുടങ്ങാനായിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഈ അവധിക്കാലം ജൂൺ ജൂലൈ മാസത്തിലാക്കുന്നതിന് എന്താ അഭിപ്രായം? സന്തോഷം. ഏപ്രിൽ മെയ് ആണോ നല്ലത്? മഴക്കാലമൊക്കെ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ജൂൺ ജൂലൈ മാസത്തിലേക്ക് മാറ്റാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പം മഴക്കാലത്ത് നിങ്ങൾ വീട്ടിലിരിക്കേണ്ടി വരും. അതാണ് നല്ലത്. മഴക്കാലത്ത് വീട്ടിലിരിക്കുന്നതാണ് നല്ലത്. മോളുടെ അഭിപ്രായം എന്താണ്? മഴക്കാലത്ത് വീട്ടിലിരിക്കുകയാണ് ഒരു രക്ഷിതാവൊക്കെ ഉണ്ട്. ചേച്ചി, ഈ അവധിക്കാലമൊക്കെ ജൂൺ ജൂലൈ മാസത്തിലേക്ക് യോജിക്കുന്നുണ്ടോ? അത് മതിയോ? ജൂൺ ജൂലൈ മാസത്തിൽ മതിയോ? ഏത് കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ലാസ് തുടങ്ങാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിരക്ക് പിടിച്ച് ക്ലാസ്സിലേക്ക് പോകുന്ന സ്ഥിതിയാണ്. അല്ല സേതു, അതിനകത്ത് ഒരു കാര്യമുണ്ട്. അതായത് ഏപ്രിൽ മെയ് മാസം എന്ന് പറയുന്നത് കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റുന്ന സമയമാണ്. പക്ഷെ അത് മാറിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഏപ്രിൽ മെയ് മാസം അവധി മാറ്റുന്നതിന് യോജിക്കുന്നില്ല? ഏപ്രിൽ മെയ് അവധി ജൂൺ ജൂലൈയിലേക്ക് നിങ്ങളുടെ വെക്കേഷൻ മാറ്റുവാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാം ഒരുപോലെ തന്നെ. ആ സമയത്ത് ആയിരുന്നാലും ഈ സമയത്തായിരുന്നാലും ഒരുപോലെ തന്നെ. അല്ല, ഈ ജൂൺ ജൂലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലമാണല്ലോ. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാൻ അധികം പറ്റില്ല, നിങ്ങൾക്ക് ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പറ്റില്ല. അങ്ങനത്തെ പ്രശ്നം അതിനകത്ത് ഇല്ലേ? അതുണ്ട്. എന്തായാലും യോജിപ്പാണ്, എന്തായാലും കുഴപ്പമില്ല അഭിപ്രായമാണ്. കുഴപ്പമില്ല. സേതു പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ അഭിപ്രായമുണ്ട്. അതായത് എന്തായാലും കുഴപ്പമില്ല, 2 മാസം അവധി കിട്ടുമല്ലോ എന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്തായാലും കൂടുതൽ രക്ഷിതാക്കളൊക്കെ ഉണ്ട്. കുറച്ചുകൂടി രക്ഷിതാക്കളുടെ അഭിപ്രായം കൂടെ തേണം. കാരണം 2 മാസം മക്കൾ അവരൊക്കെ തിരക്ക് പിടിച്ച് ക്ലാസ് റൂമിലേക്ക് പോവുകയാണ്. മോളെ ഈ വെക്കേഷൻ ജൂൺ ജൂലൈ മാസത്തിലേക്ക് മാറ്റാൻ നല്ല അഭിപ്രായം. കുഴപ്പമില്ല. ഇപ്പോഴാണെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ ഈ ഏപ്രിൽ മെയ് മാസത്തിലാണല്ലോ ഇപ്പോൾ, അതാണോ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലത്? അതോ ജൂൺ? കുറച്ചുകൂടെ നല്ലത്. പിന്നെ കുഴപ്പമില്ല. ഇങ്ങനെ സമ്മിശ്രമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് കുട്ടികളെ സംബന്ധിച്ച്. ഇപ്പൊ നമ്മളുമൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് കൊണ്ട് അറിയാം. കാരണം ഈ 2 മാസത്തെ ഒരു ഈ വേനൽ അവധി രക്ഷിതാവിന്റെ പ്രതികരണം നോക്കാം. ഏപ്രിൽ മെയ് മാസമാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഏപ്രിൽ മെയ് മതി എന്നാണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ജൂൺ ജൂലൈ മാസത്തിൽ മഴയല്ലേ, അപ്പോൾ ഏപ്രിൽ മെയ് മാസം ആകുമ്പം ചൂട് സമയത്ത് കുട്ടികൾ വന്ന് ക്ലാസ്സിൽ വന്ന് ഇന്ന് പഠിക്കണേക്കാളും ജൂൺ മാസവും ജൂലൈ മാസമാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ചേച്ചിക്ക് എന്താണ് അഭിപ്രായം? മക്കളൊക്കെ വീട്ടിലിരിക്കുന്നത് മഴക്കാലത്താണോ നല്ലത്, വേനൽക്കാലത്താണോ നല്ലത്? വേനൽക്കാലത്താണ് നല്ലത്. കാരണം ചൂട് അധികം തട്ടാതെ അവർ വീട്ടിൽ റെസ്റ്റ് എടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് വെക്കേഷൻ സമയം എന്ന് പറഞ്ഞാൽ ആ സമയമാകുമ്പോഴത്തേന് കുറച്ച് പുറത്തൊക്കെ കറങ്ങാനൊക്കെ പോകണമെങ്കിലും അതാണ് നല്ലത്. മഴ സമയത്ത് നമുക്ക് മഴക്കാലത്താണെങ്കിൽ പിള്ളേർക്ക് പുറത്തു പോയി കളിക്കാനൊന്നും പറ്റില്ല. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ്
സേതു ശരി, അങ്ങനെയാണ് അർജുൻ. അപ്പോ ഈ തിരുവനന്തപുരത്തുള്ള വിദ്യാർത്ഥികളുടെ അധ്യാപകരുടെ ഒക്കെ സമ്മിശ്ര പ്രതികരണമാണ് നമ്മൾ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിന്റെ സമീപത്ത് നിന്നും അർജുൻ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.